ഒട്ടും ഭാരമില്ലാതെ ഒരു അപ്പൂപ്പൻ താടിയെ പോൽ ലൈറ്റ് വെയിറ്റായി പറക്കാൻ ആർക്കാണ് കൊതിയില്ലാത്തത്? കാറ്റത്ത് പാറിപ്പറക്കുന്ന അപ്പൂപ്പൻ താടിയെ കാണുമ്പോൾ തന്നെ നമുക്കുള്ളിൽ ഏതോ ഒരു ഭാഗം സന്തോഷിക്കുന്നത് നാം അനുഭവിക്കാറുണ്ട്. മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്തി അതിനെ നോക്കി നിന്ന് പോകാറുണ്ട്. ഇതേ ഒരു അനുഭവമാണ് പാപഭാരമില്ലാത്ത ഒരു ജീവിതത്തിനും ഉണ്ടാകുന്നത്. ചുറ്റുമുള്ള മനുഷ്യരോടെല്ലാം പുറത്തു കൊടുത്ത് പൊരുത്തം വാങ്ങി കഴിഞ്ഞാലും എന്തോ ഒന്ന് ഉള്ളിൽ ഭാരമുണ്ടാക്കുന്നതായി തോന്നുന്നുവെങ്കിൽ നാം അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ലെയർ കൂടെ ഈ പുറത്ത് നൽകുന്നതിലുണ്ട് എന്നുള്ളതാണ്. അതാണ് സ്വയത്തോടുള്ള ഏറ്റുപറച്ചിൽ. പലർക്കും അംഗീകരിക്കാൻ പ്രയാസം തോന്നുന്ന ഒരു ഭാഗമാണിത്. അതായത്, ഞാൻ എന്നോട് തന്നെ സോറി പറയേ, എന്തിന്, എനിക്കെന്താ വട്ടാണോ? ഈ രീതിയിലായിരിക്കും മിക്കവരുടെയും പ്രതികരണം. പലരും ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുന്നത് കൂടുതൽ പേരും ഇതിനെ എങ്ങനെ കാണുന്നു, ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതിനെ വീക്ഷിച്ചിട്ടാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കതിൽ എന്താണ് മനസ്സിലാകുന്നത്, നാം എന്തതിൽ നിന്നും ആലോചിച്ച് കണ്ടെത്തി, അതിനാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നാം ചെയ്യുന്ന ഓരോ തിന്മക്കും, അത് സ്വന്തത്തോടാകാം മറ്റുള്ളവരോടാകാം, ആരാണ് ഉത്തരവാദി? തിന്മകൾ ഒരിക്കലും നമ്മുടെ ശുദ്ധമായ ആത്മാവിൽ നിന്നും വരുന്നതല്ല. പകരം നമ്മുടെ മനസ്സിൻ്റെയോ പിശാചിൻ്റെയോ ദുർമന്ത്രണത്തിൽ നിന്നും വന്നു പോകുന്നതാണ്. അതായത്, നമ്മുടെ നഫ്സാണ് തിന്മയ്ക്ക് നിരന്തരം നമ്മെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും റബ്ബിൽ നിന്നും നമ്മുടെ ഈ ശരീരത്തിലേക്ക് അയക്കപ്പെട്ട പരിശുദ്ധമായ ആത്മാവിൽ നിന്നുള്ളതല്ല. നിഷ്കളങ്കമായ ആ ആത്മാവിനെ അതേ പരിശുദ്ധിയോടെ തിരിച്ച് റബ്ബിലേക്ക് മടക്കാനുള്ള വലിയ ഉത്തരവാദിത്തം വഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിന് കളങ്കം സംഭവിപ്പിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കും, എന്തിന് ഓരോ ചിന്തകൾക്ക് പോലും അപ്പോൾ നാം നമ്മോട് തന്നെ ക്ഷമ ചോദിക്കേണ്ടതില്ലേ? നിങ്ങൾ തന്നെ പറയൂ.